ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ആർ ജെ സ്റ്റോറീസ്. അപ്പോൾ ഇന്നത് നമ്മളൊരു ഒരു ക്രൈം സ്റ്റോറി, ക്രൈം പ്ലസ് ലവ് സ്റ്റോറിയാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. അതായത് ഏപ്രിൽ 29, 2022 അമേരിക്കയിലെ അലബാമ എന്ന സ്റ്റേറ്റിൽ ഫ്ലോറൻസ് എന്ന സ്ഥലത്തുള്ള ലൗഡർഡെയിൽ കൗണ്ടി ജയിലിൽ നടന്നൊരു കഥയാണിത്. അവിടുത്തെ ജയിലിലെ അസിസ്റ്റൻറ്റ് വാർഡനാണ് വിക്കി വൈറ്റ് എന്ന ലേഡി. ഏകദേശം 52 വയസ്സും 20 വർഷത്തോളം എക്സ്പീരിയൻസുമുള്ള ഒരു ജയിൽ വാർഡനാണ് വിക്കി വൈറ്റ് എന്ന് പറയുന്ന ലേഡി. അപ്പോൾ അമേരിക്ക വികസിത രാജ്യങ്ങളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പുരുഷന്മാരുടെ സെല്ലിൽ ലേഡി സ്റ്റാഫുകൾ വർക്ക് ചെയ്യുന്നുണ്ടാവും. കാരണം അവർ ഫിസിക്കലി ഭയങ്കര ഫിറ്റായിരിക്കും. നമ്മുടെ നാട്ടിൽ ഇവിടുത്തെ പിങ്ക് പോലീസ് പോലെയൊന്നുമല്ല, ഒരു 10 അടി പോലും ഓടാൻ പറ്റാത്ത പോലത്തെ ആൾക്കാരൊന്നുമല്ല അവിടുത്തെ ലേഡീസ്. ഭയങ്കര ഡെയിലി ജിമ്മിൽ എക്സസൈസ് ചെയ്യുന്ന ഒരു ഫിസിക്കലി ഭയങ്കര ഫിറ്റ് ആയിട്ടുള്ളവരായിരിക്കും. ഒരു പുരുഷനെ നേരിടേണ്ടി വന്നാൽ തന്നെ നേരിടാനുള്ള കഴിവുള്ളവരായിരിക്കും അവിടുത്തെ ഓഫീസർമാർ. അപ്പോൾ അങ്ങനെ ഈ ജയിലിൽ KC വൈറ്റ് എന്ന് പറയുന്ന ഒരു കുറ്റവാളിനെ പാർപ്പിച്ചിട്ടുണ്ട്. രണ്ടുപേരും പേരിൻ്റെ സർനെയിം ഒന്നാണ്, KC വൈറ്റും വിക്കി വൈറ്റും. ഇടയ്ക്കിടയ്ക്ക് കൺഫ്യൂഷനാവും. അപ്പോൾ ഇയാളുടെ ചെയ്ത കുറ്റം എന്ന് പറയുന്നത്, ഇയാൾ 59 വയസ്സുള്ള ഒരാളെ കൊലപ്പെടുത്തിയ കേസിലും കുത്തിക്കൊന്ന കേസിലും അതുപോലെ തന്നെ സ്വന്തം ഗേൾഫ്രണ്ടിനെ ഷൂട്ട് ചെയ്യുകയും ഗേൾഫ്രണ്ടിൻ്റെ ഡോഗിനെ ഷൂട്ട് ചെയ്ത് കൊല്ലുക, അങ്ങനെ കുറേ കേസുകളിൽ 75 വർഷം തടവിന് ശിക്ഷിക്കപ്പെട്ട് ഈ ജയിലിലേക്ക് വന്നതാണ്. അങ്ങനെ ഒരു ദിവസം രാവിലെ, അതായത് ഈ ഏപ്രിൽ 29 രാവിലെ, അപ്പോൾ വിക്കി ആണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഓൾ ഇൻ ഓൾ ഇത്ര വർഷത്തെ എക്സ്പീരിയൻസും പുള്ളിക്കാരിയുടെ കീഴിലാണ് എല്ലാ കാര്യങ്ങളും ആ ജയിലിൽ നടക്കുന്നത്. അങ്ങനെ ഒരു ദിവസം രാവിലെ ഈ 22-ാം തീയതി രാവിലെ വിക്കി ഈ കേസിനെ ഹാൻഡ് കഫൊക്കെ ഇടിച്ച്, ഹാൻഡ് കഫ് പ്ലസ് കാലിമ്മയും ഇടും. അമേരിക്കയിൽ ഒക്കെ ഇങ്ങനെ എപ്പോഴും എങ്ങോട്ട് മാറ്റണമെങ്കിൽ കാലിമ്മയും ആനയ്ക്ക് കൂച്ചുവില ഇടുന്ന പോലെയാണ് എപ്പോഴും ഇത് ഇട്ടിട്ടുണ്ടാവും. അങ്ങനെ ഇട്ടിട്ട് പുള്ളിക്കാരി ഓഫീസിൽ പറഞ്ഞു, ഞാൻ ഈ കേസിനെയും കൊണ്ട് ഞാൻ സൈക്കോ തെറാപ്പിക്ക് വേണ്ടിയിട്ട് കൊണ്ടുപോവുകയാണ് എന്ന് പറഞ്ഞിട്ടാണ് ഇയാളെ കൊണ്ടുപോകുന്നത്. അങ്ങനെ ഇയാളെ പുറത്ത് കാറി കയറ്റി പോലീസ് വാഹനത്തിൽ കയറ്റി കൊണ്ടുപോകും. സാധാരണ 2 ഓഫീസർമാർ അക്കമ്പനി ചെയ്യേണ്ടതാണ്, അങ്ങനെയാണ് നിയമം. പക്ഷെ അന്ന് കേസ് ഇത്ര എക്സ്പീരിയൻസ് ഉള്ള ആളായതുകൊണ്ട് മറ്റുള്ളവർ അങ്ങനെ അയാളോട് ത്രെറ്റ് ഉണ്ടാവുമെന്ന് വിചാരിച്ചില്ല. അതുകൊണ്ട് ആരും കൂടെ പോയില്ല, ആരും അവിടെയുള്ള സ്റ്റാഫുകൾ ചോദിച്ചില്ല. കാരണം പുള്ളിക്കാരി സീനിയറാണ്. അങ്ങനെ ഒരു പുറത്ത് പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ, കുറച്ച് ടൈം കഴിഞ്ഞപ്പോൾ ഇവർക്കൊരു ഡൗട്ട് തോന്നിയിട്ട് ഇവർ ഈ സൈക്കോ തെറാപ്പി, ഈ ക്രിമിനൽസിന് സൈക്കോ തെറാപ്പി നടക്കുന്ന സ്ഥലത്തേക്ക് കോൾ ചെയ്ത് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അങ്ങനെ ഒരു സംഭവം അവിടെ അന്നത്തെ ദിവസം അപ്പോയിൻമെൻറ്റ് അങ്ങനെ നടക്കണില്ല എന്ന് മനസ്സിലായി. പെട്ടെന്ന് ഇവർക്ക് അപകടം തോന്നിയിട്ട് ഇവർ CCTV സർവൈലൻസും കാര്യങ്ങളൊക്കെ പരിശോധിച്ച് കേസിയുടെ വണ്ടി ഏത് വഴിക്ക് പോയണമെന്നൊക്കെ നോക്കി ഇവരുടെ വണ്ടി നോക്കി പോയി കഴിഞ്ഞപ്പോൾ ഇവരുടെ വണ്ടി ഒരു പമ്പിനടുത്തായിട്ട് ഉപേക്ഷിച്ചായിട്ട് കാണും, പോലീസ് വാഹനം ഉപേക്ഷിച്ചായിട്ട് കാണും. അങ്ങനെ ഇവർക്ക് കൂടുതൽ ടെൻഷനാവും. ഇനി KC ഈ ഉപദ്രവിച്ചിട്ട് കടന്നു കളഞ്ഞതാണോ അതോ സ്വമേധ പോയാണോ, ആകെ കൺഫ്യൂഷനാവും പോലീസിന്. അങ്ങനെ പോലീസ് ആകെ പെട്ടെന്ന് തന്നെ മീറ്റിംഗ് കൂടി കാര്യങ്ങളൊക്കെ പരിശോധിക്കാൻ തുടങ്ങും. അങ്ങനെ പെട്ടെന്ന് തന്നെ കോൾ റെക്കോർഡുകളൊക്കെ പരിശോധിക്കാൻ തുടങ്ങും ഈ ഇതിലത്തെ ജയിലിൽ. അപ്പോൾ നോക്കുമ്പോൾ ഏകദേശം 1000-ഓളം തവണ KCയും വിക്കിയും തമ്മിൽ സംഭാഷണം നടന്നുണ്ട്. ഇത് മുഴുവൻ അവിടെ റെക്കോർഡായിട്ടുണ്ട്. അപ്പോൾ ഈ റെക്കോർഡ് മുഴുവൻ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇവർക്കും മനസ്സിലാവും KCയും വിക്കിയും തമ്മിൽ സാധാരണ ഒരു ഓഫീസറും കുറ്റവാളിയും തമ്മിലുള്ള ബന്ധമല്ല ഉണ്ടായിരുന്നത്. ഇവർ തമ്മിൽ അഗാധമായ പ്രണയത്തിലാണെന്ന് മനസ്സിലായി. ഇവർ ഏകദേശം ഇത് 2 വർഷമായിട്ടുള്ള റിലേഷൻഷിപ്പിലാണെന്നും മനസ്സിലാവും. അതായത് വിക്കിക്ക് KC സ്പെഷ്യൽ ഫുഡ്, സ്പെഷ്യൽ പരിഗണന എല്ലാം കൊടുത്തിട്ടുണ്ട്. ഒരുവിധം എല്ലാവരോടും വളരെ നീറ്റായിട്ട് പെരുമാറുന്ന ആളാണ് ഈ വിക്കി എന്ന് പറയുന്ന ജയിൽ വാർഡൻ. വളരെ എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. അങ്ങനെ പോലീസ് പെട്ടെന്ന് തന്നെ സർവൈലൻസും കാര്യങ്ങളും റെഡിക്ക് CCTVകളും കാര്യങ്ങളും പരിശോധിച്ച് പോകാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ ഇവർക്ക് മനസ്സിലായി ഇവർ പോയാണത് ഫോർഡിൻ്റെ എഡ്ജ് എന്ന് പറഞ്ഞ ഒരു കോമ്പാക്ട് SUV കാറിൽ, റെഡ് കളർ കാറിലാണ് കടന്നു കളഞ്ഞാണെന്ന് മനസ്സിലായി. അങ്ങനെ ഇവർ ഈ കാർ അന്വേഷിച്ച് സർവൈലൻസ് ചെയ്ത് പോയി. കാറ് കണ്ടെത്താൻ പറ്റണില്ല. അവസാനം കാറ് കണ്ടെത്തുന്നത് ടെന്നസി എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് വെച്ചിട്ട് ഈ ഫോർഡിൻ്റെ ഈ എഡ്ജ് കാറ് പോലീസ് കണ്ടെത്തും. അങ്ങനെ കണ്ടെത്തിയതിന് ശേഷം
പിന്നെ ആ പോയ ഭാഗം നോക്കി പോകും, പിന്നെ എവിടേക്കാണ് പോയെന്ന് ഒരു പിടിയില്ല. അങ്ങനെ ദിവസങ്ങൾ ഇങ്ങനെ കടന്നു പോവാണ്, ഇതിനിടയിൽ ദിവസങ്ങൾ കടന്നു പോകുന്നുണ്ട്. അപ്പോൾ ഇവരുടെ ലുക്കൗട്ട് നോട്ടീസ് പുറപ്പെടുവിക്കും. അത് പോരാത്തതിന് $5000 ഇവരെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടുന്നവർക്ക് $5000 അമേരിക്കയിൽ പ്രഖ്യാപിക്കും. അങ്ങനെ ഇവർക്ക് ഒരു സർവീസ് സ്റ്റേഷനിൽ നിന്ന് ഒരു കോൾ വരികയാണ്. ഒരു ഫോർഡിൻ്റെ ഒരു പിക്കപ്പ് വാൻ ഇവിടെ ഇങ്ങനെ ഉപേക്ഷിച്ച് പോയായിട്ട് കാണുന്നു, ആരാ എന്താണെന്ന് അറിയില്ല എന്ന് പറഞ്ഞ് പോലീസിന് കോൾ വരും. അങ്ങനെ ഇവർ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ CCTV പരിശോധിക്കും. അവിടുത്തെ CCTV പരിശോധിക്കുമ്പോൾ ഈ ഫോർഡിൻ്റെ പിക്കപ്പ് കൊണ്ടിട്ടിട്ട് പോയണത് ഈ KC എന്ന് പറഞ്ഞ കുറ്റവാളിയാണ്. അത് കഴിഞ്ഞ് CCTV വീണ്ടും ഒരു നോക്കുമ്പോൾ കാഡിലാക്കിൻ്റെ ഒരു സെഡാൻ മോഡൽ കാറിൽ സിൽവർ കളർ കാറിൽ ഇവർ കയറുന്നതായിട്ടും പിന്നീട് കാണും. പിന്നെ CCTVയിൽ അങ്ങനെ കാർ കടന്നു പോകാനായിട്ട് കാണും. അപ്പോൾ ഇവർ കാറുകൾ സ്വിച്ച് ചെയ്ത് ആണ് ഇവർ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ആദ്യം ഫോർഡിൻ്റെ എഡ്ജ് എടുത്തു, അത് ഉപേക്ഷിച്ചു. ഫോർഡിൻ്റെ ഒരു പിക്കപ്പ് എടുത്തു, അത് ഉപേക്ഷിച്ചു. ഇതൊക്കെ പർച്ചേസ് ചെയ്താണ് പോണത്. അങ്ങനെ അതോ മുന്നിൽ പർച്ചേസ് ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്കറിയാൻ പറ്റില്ല. അപ്പോൾ പിന്നെ കാഡിലാക്കിൻ്റെ വണ്ടി പോയി. പിന്നെ ഒരു വിവരമില്ല ഏതുപോലെ. അങ്ങനെ പോലീസ് തെരഞ്ഞ് CCTVകളും കാര്യങ്ങളും പരിശോധിച്ച് വരുമ്പോൾ ഈ റിവാർഡ് പ്രഖ്യാപിച്ചതിൻ്റെ പേരിൽ ഒരു മോട്ടലിൻ്റെ ഭാഗത്ത് നിന്ന് ഇവർക്ക് ഒരു കോൾ വരണം. ഇങ്ങനെ ഇവരുടെ ഈ കാഡിലാക്ക് ഇവിടെ കിടക്കുന്നുണ്ടെന്നും ഇവരിവിടെ ഈ ഹോട്ടലിൽ താമസിക്കുന്നുണ്ടോ എന്നൊരു ഡൗട്ട് ഉണ്ടെന്ന് പറയും. അങ്ങനെ ഇവർ വന്നിട്ട് ഈ രജിസ്റ്റർ പരിശോധിച്ച് നോക്കുമ്പോൾ ഇവരുടെ പേര് കാര്യങ്ങളില്ല. അപ്പോൾ ഇത് ഒരു KCയും വിക്കിയും കൂടി ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹോംലെസ് ആയിട്ടൊരു ആൾക്ക് പൈസ കൊടുത്തിട്ട് അയാളെ കൊണ്ടാണ് ഇത് ബുക്ക് ചെയ്യുന്നത്. അങ്ങനെയാണ്. പിന്നെ പോലീസിന് മനസ്സിലാവും ഇത് ഇവർ ഈ ഇന്ന റൂമിലുണ്ടെന്ന് പോലീസിന് മനസ്സിലാവും. അങ്ങനെ പോലീസ് ഇത് സർവൈലൻസ് ചുറ്റും. അങ്ങനെ ഉള്ളിൽ ഇവർക്കിത് മനസ്സിലാവും, നമ്മൾ പെട്ടു. ഇങ്ങനെ പോലീസ് സർവൈലൻസ് ആയി കഴിഞ്ഞു എന്ന് പറയുമ്പോൾ ഇവർ ധൃതി പിടിച്ച് പെട്ടെന്ന് മോട്ടലിൽ നിന്ന് ഇറങ്ങി ഈ കാഡിലാക്ക് എടുത്ത് സ്പീഡിൽ ഓടിച്ചു പോകും. അപ്പോൾ പോലീസ് പിന്നെ ചേസിങ് ആണ്. അപ്പോൾ അമേരിക്കയിൽ ചേസിങ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ അവർ താഴെ കൂടെ മാത്രമല്ല അവർ ഫോളോ ചെയ്യുക, ചേസ് ചെയ്യുന്ന അവർ ബൈ എയറും ചേസ് ചെയ്യും. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എവിടെയെങ്കിലും നിർത്തി ഓടി രക്ഷപ്പെടാൻ പോലും പറ്റില്ല. ഓടി രക്ഷപ്പെട്ടാൽ എവിടെ ബിൽഡിങ്ങിൽ കയറി എതിരെ പോയത് ഇവർ മുകളിൽ നിന്ന് പറഞ്ഞു കൊടുക്കും, ഇന്ന സ്ഥലത്തേക്ക് പോയി. അങ്ങനെ ഈ വണ്ടി ഓടിച്ച് ഒരു ലോണിലേക്ക് ചെന്ന് കയറും വണ്ടി. അങ്ങനെ ചെന്ന് കയറി കഴിഞ്ഞ് പോലീസ് അവരുടെ വാഹനം കൊണ്ട് ഈ കാഡിലാക്കിനെ ഇടിച്ച് മറിച്ചിടി വണ്ടീനെ. അങ്ങനെ ഇടിച്ച് മറിച്ചിട്ട് പോലീസ് ചുറ്റും ഗണ്ണായിട്ടൊക്കെ വന്ന് അങ്ങനെ ഈ KCനെ വലിച്ച് പുറത്തിടും. KCക്ക് ചെറിയ പരിക്കുള്ളൂ. പക്ഷേ വിക്കീനെ എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടി. അങ്ങനെ വിക്കീനെ എടുക്കുമ്പോൾ ഈ KC ഇതിൻ്റെ ഇടയിൽ പറയുന്നുണ്ട്, വിക്കി തന്നെ വെടിവെച്ചു, ഞാനല്ല സ്വയം വെടിവെച്ചു എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പുറത്തെടുക്കുമ്പോഴത്തേനും പോലീസിന് മനസ്സിലാവും വിക്കിക്ക് തലയിൽ ഗൺ ഷോട്ട് കിട്ടിയിട്ടുണ്ടെന്ന് മനസ്സിലാവും. അങ്ങനെ പോലീസ് പെട്ടെന്ന് തന്നെ ആംബുലൻസിൽ കയറ്റി വിക്കിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയെങ്കിലും രക്ഷപ്പെടുത്താനാവാതെ വിക്കി മരിച്ചു പോകും. അങ്ങനെ ഒരു വിചിത്രമായൊരു സംഭവമാണ്. അതായത് ഒരു ജയിൽ വാർഡനും ഒരു കൊടും കുറ്റവാളി തമ്മിൽ പ്രണയത്തിലാവുകയും ആ ജയിൽ വാർഡൻ അവിടുന്ന് ഈ എസ്കേപ്പ് ആവാൻ വേണ്ടിയിട്ട് രണ്ടുപേരും കൂടി എസ്കേപ്പ് ആവാൻ വേണ്ടി ഒരുമിച്ച് പോകുന്നൊക്കെ പറയുമ്പോൾ ഒരു വിചിത്രമായൊരു സ്റ്റോറി ആയിട്ട് എനിക്ക് തോന്നി. ഇതിന് മുന്നേ വേറൊരു അധോലോക നേതാവ് ഇങ്ങനെ ഈ ജയിൽ വാർഡന്മാരെയൊക്കെ സാധിച്ച് കടന്നു കളഞ്ഞിട്ടുണ്ട്. പക്ഷെ അതൊന്നും പ്രണയബന്ധങ്ങളോ അങ്ങനെ അല്ല. ഇത് പക്ഷെ ഇത് ഒരു സ്പെഷ്യൽ കേസ് തന്നെയാണ്. അപ്പോൾ ഈ വേറെ ലേഡി സ്റ്റാഫുകളുണ്ട് ഈ ജയിലിൽ, ഈ ലൗഡർഡെയിൽ കൗണ്ടി ജയിലിൽ വേറെ ലേഡി സ്റ്റാഫ്. അപ്പോൾ ആ ലേഡി സ്റ്റാഫുകൾ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ വിക്കി വളരെ സൗമ്യമായിട്ട് എല്ലാവരോടും പെരുമാറിയിരുന്ന ആളാണ്. അങ്ങനെ ഒരാൾ ആർക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല വിക്കി ഇങ്ങനെ ചെയ്യും. ഇത് 2 വർഷം മറച്ചു വെച്ചു. 2 വർഷം ജയിലിൻ്റെ ഉള്ളിൽ ഇവർ ശാരീരിക ബന്ധത്തിൽ വരെ ഏർപ്പെട്ടിട്ടുണ്ടെന്ന് പോലീസിന് മനസ്സിലായി. അപ്പോൾ ഇത് എങ്ങനെ അത് നടന്നു എന്ന് ഭയങ്കര ഒരു സീക്രട്ടായിട്ട് ഇവർ 2 വർഷം കൊണ്ടുനടന്നുള്ളത് ഭയങ്കര അത്ഭുതമായിട്ട് പോലീസിന് തോന്നി. അപ്പോൾ ഒരു ലേഡി സ്റ്റാഫ് പറയണത് വിക്കി ഇങ്ങനൊരു പ്രണയബന്ധത്തിൽ വീഴാൻ കാരണം എന്താണെന്ന് വെച്ചാൽ തോന്നുന്നു, ഇങ്ങനെ ആവാം എന്ന് തോന്നുന്നു പറഞ്ഞത് വിക്കിയുടെ ഫസ്റ്റ് റിലേഷൻഷിപ്പ് ഒരു വിവാഹത്തിലെത്തിയായിരുന്നു ചെറുപ്പത്തിൽ തന്നെ. ആ വിവാഹത്തിൽ അയാൾ ഡ്രഗ് അഡിക്റ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു, ഡൈവോഴ്സായി പോയി. അങ്ങനെ പിന്നീട് കുറേ കാലം കഴിഞ്ഞ് വിക്കി വേറൊരാളായിട്ട് പ്രണയത്തിലാവുകയും അയാളായിട്ട് റിലേഷൻഷിപ്പ് കുറേ നാൾ മുന്നോട്ട് പോയി. വിവാഹത്തിലെത്തുന്ന സമയമായപ്പോൾ അയാൾ ഒരു കാർ ആക്സിഡൻറ്റിൽ മരണപ്പെടുകയും ചെയ്തു. പിന്നെ അവിടുന്ന് അങ്ങോട്ട് വിക്കി 52 വയസ്സ് വരെയും വിക്കി ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. മാതാപിതാക്കൾ വേറെ സ്ഥലത്താണ് താമസിക്കുന്നത്. പുള്ളിക്കാരി സ്വന്തം വീട്ടിലാണ് താമസിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു ലോൺനെസ്സും
കാര്യങ്ങളൊക്കെ കൊണ്ടായിരിക്കും പ്രീവിയസ് ബന്ധങ്ങൾ തരണം ഈ ഒരു കുറ്റവാളി ആയിരുന്നിട്ട് പോലും ഇയാളായിട്ട് ഇങ്ങനെ പ്രണയത്തിലാവാൻ കാരണം എന്നാണ് ലേഡി സ്റ്റാഫുകൾ പറയുന്നത്. അവിടുന്ന് പിന്നീട് ഇറങ്ങിയ ജയിൽ മോചിതനായ ഒരു കുറ്റവാളി പറയണത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ അങ്ങനെ കാണുന്നില്ല അത് പോലീസ് ഓഫീസറും ഒരു കുറ്റവാളിയും തമ്മിൽ പ്രണയത്തിലായി എന്നല്ല ഞാൻ കാണില്ല. പ്രത്യേക സാഹചര്യത്തിൽ ജീവിച്ച രണ്ട് വ്യക്തികൾ തമ്മിൽ പ്രണയത്തിലായി എന്ന് മാത്രമേ ഞാൻ ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ എന്നാണ് ഒരു ശിക്ഷ കഴിഞ്ഞിറങ്ങിയ ഒരു കുറ്റവാളി പറഞ്ഞത്. അവരും വിക്കിയായിട്ട് അയാൾക്കും നല്ലൊരു ബന്ധമായിരുന്നു, വളരെ നല്ലതായിട്ട് പെരുമാറ്റമായതിൻ്റെ പേരിൽ വളരെ നല്ലൊരു ബന്ധമായിരുന്നു. അപ്പോൾ അങ്ങനെ ഇങ്ങനെ രക്ഷപ്പെടാൻ വേണ്ടി വിക്കി സ്വന്തം വീട് വിറ്റിട്ടുണ്ട് ഇതിനു മുന്നേ. അതിൻ്റെ ഇത് കൊണ്ടുപോകുന്നതിൻ്റെ തലേ ദിവസം റിട്ടയർമെൻറ്റ് ലെറ്റർ കൊടുത്തിട്ടുണ്ട്. അത് മാത്രമല്ല സ്വന്തം വീട് ധൃതി പിടിച്ച് വിറ്റതായിട്ട് പോലീസ് പിന്നെ കണ്ടെത്തുന്നുണ്ട്. അതായത് $2 ലക്ഷം കിട്ടുന്ന വീട് $95,000 പുള്ളിക്കാരി വിറ്റിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ പുള്ളിക്കാരി ചെയ്തത്. അപ്പോൾ അത് ഭയങ്കര ഒരു വിചിത്രമായൊരു ലവ് സ്റ്റോറിയും ഒരു ക്രൈമുമാണ് അത്. അപ്പോൾ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നിരിക്കുന്നു ഈ കഥ. അപ്പോൾ ഇനിയൊരു ഇതുപോലത്തെ വെറൈറ്റി ആയിട്ടൊരു കഥ കൊണ്ടുവരുന്നവരെ നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. RJ Stories signing off.